നാഗരായ നായിയെ ക്ഷേമത്തിന് മുമ്പ് പാടിപ്പിച്ച ദോഷങ്ങൾ അറിയിക്കുമ്പോൾ കാശിരാമേശ്വരം പാണ്ഡ്യമലയാണ് അടക്കി പണിരിക്കോ. ശബരിമല വിശേഷങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു കല്യാൺ സിൽക്സ്, കാലിക്കറ്റ് റോഡ്, പെരിന്തൽമണ്ണ. ഐതിഹ്യവും പാരമ്പര്യവും ഇഴചേർത്ത് ശബരിമല മാളികപ്പുറത്തെ ചിത്രകൂടത്തിനു മുന്നിൽ പുള്ളുവൻ പാട്ട് അവതരിപ്പിച്ചു. എല്ലാ വർഷവും മുടങ്ങാതെ ശബരിമലയിൽ പുള്ളുവൻ പാട്ട് അവതരിപ്പിക്കാറുണ്ട്. മണികണ്ഠന് ദോഷങ്ങൾ മാറുന്നതിനായി പന്തള രാജാവ് പുള്ളുവൻ പാട്ട് സമർപ്പിച്ചു എന്ന ഐതിഹ്യത്തെ ചേർത്ത് പിടിച്ചാണ് സന്നിധാനത്ത് പുള്ളുവൻ പാട്ട് അവതരിപ്പിക്കുന്നത്. നാഗരായ നായിയെ ക്ഷേമത്തിന് മുമ്പ് പാടിപ്പിച്ച ദോഷങ്ങൾ അറിയിക്കുമ്പോൾ കാശിരാമേശ്വരം പാണ്ഡ്യമലയാണ് അടക്കി പണിരിക്കോ. ശബരിമല സാവന്റെ വള്ളിക്കെട്ടും കെട്ടി സത്യമായ പൊന്നുമാനിട്ട് വഴിയും ചവിട്ടി വന്ന് സ്വാമിദർശനം കണ്ടു തുടങ്ങി സാധുപ്പാങ്കണ്ട് കന്നിമൂല ഗണപതി ഭഗവാനെയും വന്നിച്ച് മാളിയപ്പുറത്ത് വേണ്ട വഴിപാടും കഴിച്ച് പന്തള രാജകുമാരൻ മണികണ്ഠ സ്വാമിയുടെ ദോഷങ്ങൾ മാറുന്നതിനായി പന്തള രാജാവ് പുള്ളുവൻ പാട്ട് നടത്തി എന്നാണ് വിശ്വാസം. സർപ്പദോഷം, നാവദോഷം, കണ്ണുദോഷം എന്നിവ മാറി കുഞ്ഞുങ്ങൾക്ക് ഐശ്വര്യമുണ്ടാകുന്നതിനാണ് പുള്ളുവൻ പാട്ട് നടത്തുന്നത്. ശബരിമലയിൽ വർഷം തോറും മാളികപ്പുറത്തെ ചിത്രകൂടത്തിനു മുന്നിൽ പുള്ളുവൻ പാട്ട് അരങ്ങേറാറുണ്ട്. അനുഷ്ഠാനപരമായ സ്ഥാനം അലങ്കരിക്കുന്ന ഒരു പാരമ്പര്യ കലാരൂപമാണ് പുള്ളുവൻ പാട്ട്. സർപ്പാരാധനാ സങ്കല്പത്തിൽപ്പെടുന്നതാണ് ഈ അനുഷ്ഠാന കല. പ്രദേശവ്യത്യാസമനുസരിച്ച് സർപ്പപ്പാട്ട്, പുള്ളുവൻ പാട്ട്, നാഗപ്പാട്ട് എന്നിങ്ങനെ അറിയപ്പെടും. അയ്യപ്പ ഭക്തർ ഇതിന് വിശേഷാൽ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. ശബരിമലയിൽ പുള്ളുവൻ പാട്ട് അവതരിപ്പിക്കുന്നതിലധികവും മലയാളികളാണ്. പുള്ള് എന്ന പക്ഷിയിൽ നിന്നുണ്ടാകുന്ന ദോഷം കുട്ടികളെ ബാധിക്കുമെന്നും പുള്ളുവർ വീണമീട്ടി പാടിയാൽ ഇതിന് ശമനമുണ്ടാകുമെന്നുമാണ് വിശ്വാസമെന്നും ശബരിമലയിൽ പുള്ളുവൻ പാട്ട് പാടുന്ന പെരുമ്പാവൂർ സ്വദേശിയായ MG സുരേഷ് പറയുന്നു. ദോഷങ്ങളൊക്കെ തീരാൻ വേണ്ടി ശബരിമല വരുന്ന എല്ലാ ഭക്തരും നാഗപ്പാട്ട് പാടി ദോഷങ്ങളകറ്റി പോകണം. അതാണ് എൻ്റെ വിശ്വാസം. നാരദ ശ്രീ കൈലാസവീണ, ബ്രഹ്മ കൈക്കുടം, വിഷ്ണു കൈത്താളം എന്നിവയാണ് ഈ അനുഷ്ഠാന കലയിൽ ഉപയോഗിക്കുന്ന സംഗീതോപകരണങ്ങൾ. പ്ലാവ്, ആഞ്ഞിലി തുടങ്ങിയ വൃക്ഷങ്ങളുടെ തായ്വേരിൽ നിന്നാണ് പുള്ളുവർ വീണ നിർമ്മിക്കുന്നത്. അനുഷ്ഠാനത്തിന്റെ നിറവിൽ പുള്ളുവൻ പാട്ട് എന്ന കലാരൂപം കാലാതിവർത്തിയായി ശബരിമലയിൽ നിലകൊള്ളുകയാണ്. ന്യൂസ് ഡെസ്ക്, ടുഡേ ന്യൂസ്. നിങ്ങൾ കല്യാൺ സിൽക്സിൽ പോയിരുന്നോ? എന്നിട്ട് 3 ചുരിദാർ വാങ്ങിച്ചോ? കള്ളം പറയേണ്ട, ശാലിനി കണ്ടതാ. വാങ്ങിച്ചല്ലോ. എങ്കിലേ ആ 3 പെണ്ണുങ്ങളുടെ പേര് പറ. അതിപ്പോ വേണ്ട, ഞാൻ എന്റെ വീട്ടിൽ പോവാ. ഹലോ, ചുരിദാർ, രണ്ടാമത്തെ ചുരിദാർ, മൂന്നാമത്തെ ചുരിദാർ. അപ്പൊ പേര് പറട്ടെ. 3-in-1 കോംബോ ഓഫർ. കല്യാൺ സിൽക്സ് 3-in-1 കോംബോ ഓഫർ. ഇനി ഒന്നിന്റെ വിലയിൽ 3 എണ്ണം വാങ്ങാം. ഇനി നീ പറ. കല്യാൺ സിൽക്സ് 3-in-1 കോംബോ ഓഫർ. കല്യാൺ സിൽക്സ്.